CPM-ന് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏറെ നിർണായകമായിരിക്കും. പാർട്ടിക്ക് ബംഗാളിലും ത്രിപുരയിലും നഷ്ടമായതോടെ ദേശീയ തലത്തിൽ ഏറ്റവും മോശം അവസ്ഥയിലാണ്. ഇത്തവണ കേരളത്തിലടക്കം തോറ്റാൽ ദേശീയ പാർട്ടി പദവി തന്നെ CPM-ന് നഷ്ടമാകും. 3 സംസ്ഥാനങ്ങളിൽ നിന്നായി 11 സീറ്റ് നേടിയാൽ CPM-ന് തൽക്കാലം പിടിച്ചു നിൽക്കാനും സാധിക്കും. പക്ഷേ ഒട്ടും എളുപ്പമല്ല ഈ ടാസ്കും. പശ്ചിമ ബംഗാളും ത്രിപുരയും ശക്തിപൂർണ്ണമായി ക്ഷയിച്ച നിലയിലാണ്. കേരളമല്ലാതെ കുറച്ചെങ്കിലും സാധ്യത പാർട്ടിക്കുള്ളത് തമിഴ്നാട്ടിലുമാണ്. മറ്റേതെങ്കിലും സംസ്ഥാനത്ത് നിന്ന് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക CPM-ന് അസാധ്യമാണ് എന്നാണ് വിലയിരുത്തൽ. ബംഗാളിൽ നിന്ന് ഒരു സീറ്റെങ്കിലും വിജയിക്കാനാകുമെന്ന പ്രതീക്ഷ CPM നേതൃത്വത്തിനുണ്ട്. അതേസമയം കേരളത്തിൽ CPM ഇത്തവണ ഏറ്റവും ശക്തരെ തന്നെ ഇറക്കിയിരിക്കുന്നത് കാലിനടിയിലെ മണ്ണൊലിച്ചു പോകാതിരിക്കാൻ കൂടിയാണ്. സ്വതന്ത്രർ കൂടി ഇത്തവണ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നതിന്റെ കാരണവും ഇതുതന്നെയാണ്. ഇടുക്കിയിലെ ഇടതു സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ് ഇത്തവണ CPM ചിഹ്നം തിരഞ്ഞെടുത്തതും അതുകൊണ്ട് തന്നെ. 2014, 2019 വർഷങ്ങൾ വ്യത്യസ്ത ചിഹ്നങ്ങളായിരുന്നു ജോയ്സ് ജോർജ് മത്സരിച്ചത്. പൊന്നാനിയിൽ നിന്ന് KS ഹംസ മത്സരിക്കുന്നതും CPM ചിഹ്നത്തിൽ തന്നെയാണ്. നിലവിൽ പാർട്ടി ഒറ്റയ്ക്ക് അധികാരത്തിലുള്ള ഏക സംസ്ഥാനവും കേരളമാണ്. ഇവിടെ നിന്ന് പരമാവധി സീറ്റുകൾ നേടാതെ CPM-ന് പിടിച്ചു നിൽക്കാനുമാകില്ല. നിലവിൽ ലോക്സഭയിൽ 3 അംഗങ്ങളാണ് CPM-നുള്ളത്. ദേശീയ തലത്തിൽ ആകെ 1.75% വോട്ടാണ് പാർട്ടി നേടിയത്. വോട്ട് ശതമാനത്തിൽ വർധന ഉണ്ടാകേണ്ടത് ദേശീയ പാർട്ടി പദവി അത്യാവശ്യമാണ്. അതാണ് പാർട്ടി ചിഹ്നത്തിൽ തന്നെ ഭൂരിഭാഗം നേതാക്കളും മത്സരിക്കുന്നതും രാഷ്ട്രീയ നിരീക്ഷകരായ പ്രഭാസ് പറയുന്നതും. മൊത്തം വോട്ടിന്റെ 6% 4 അതിലധികമോ സംസ്ഥാനത്തോ ആയി CPM-ന് ആവശ്യമാണ്. കഴിഞ്ഞ 4 ലോക്സഭാ തെരഞ്ഞെടുപ്പിലായി 4 പാർലമെന്റ് അംഗങ്ങളെങ്കിലും ഉണ്ടായിരിക്കണം. ലോക്സഭയുടെ മൊത്തം സീറ്റിന്റെ 2% ലഭിച്ചാലും ദേശീയ പാർട്ടി പദവി ലഭിക്കും. അത് 11 സീറ്റാണ്. 3 സംസ്ഥാനങ്ങളിൽ കുറയാതെ ഈ സീറ്റ് ലഭിച്ചിരിക്കണം. സ്വതന്ത്രരെ വെച്ചുള്ള പരീക്ഷണം ഇടുക്കി, എറണാകുളം, ചാലക്കുടി ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ മുൻകാലങ്ങളിൽ CPM-ന് അനുകൂലമായി എത്തിയിരുന്നു. കേരളം, തമിഴ്നാട്, ത്രിപുര, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിൽ സംസ്ഥാന പദവി പാർട്ടി CPM-നുണ്ട്. എന്നാൽ ബംഗാളിൽ നിയമസഭയിലും സംസ്ഥാനത്ത് നിന്ന് പാർലമെന്റിലും CPM പ്രാതിനിധ്യമില്ല. ദേശീയ പാർട്ടിയായ പൊതുചിഹ്നം എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടാകും. ഡൽഹിയിൽ പാർട്ടി ഓഫീസ് ലഭിക്കും. കൂടുതൽ താരപ്രചാരകരെയും പ്രചരണത്തിന് ഇറക്കാം. 2004-ൽ 43 സീറ്റുണ്ടായിരുന്നു പാർട്ടിക്ക്. ബംഗാളിൽ നിന്ന് 26 സീറ്റും കേരളത്തിൽ നിന്ന് 12 സീറ്റും. തമിഴ്നാട്, ത്രിപുര എന്നിവിടങ്ങളിൽ നിന്ന് 2ഉം ആന്ധ്രാപ്രദേശിൽ നിന്ന് 1 സീറ്റുമായിരുന്നു പാർട്ടിക്കുണ്ടായിരുന്നത്. 2019-ൽ ഇത് 16 സീറ്റും 2014-ൽ 9 സീറ്റും 2019-ൽ 3 സീറ്റുമായി കുറയുകയായിരുന്നു.